അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ലോകമാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം രഞ്ജിതയുടെ വിയോഗം അത് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്നത് കൂടിയായിരുന്നു. അതുകൊണ്ട് കേരളമാകെ ഒറ്റക്കെട്ടായി, ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ നമ്മുടെ രാജ്യമാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേരളത്തിലെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു പരാമർശം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിക്കുകയായിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി മരിച്ച രഞ്ജിതയെ അപമാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റും ഒപ്പം അതിനുശേഷം പോസ്റ്റിൽ കമന്റും ചെയ്തിരിക്കുന്ന അസഭ്യം നിറഞ്ഞ രീതിയിലുള്ള പരാമർശമാണ് തഹസിൽദാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഇത്തരത്തിൽ അശ്ലീല കമന്റ് അദ്ദേഹം ഇട്ടത്. പോസ്റ്റ് വിവാദമായതോടുകൂടി മാപ്പപേക്ഷിച്ച തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകളായി പ്രചരിക്കുകയുണ്ടായി. അതോടുകൂടി ഈ റവന്യൂ വകുപ്പിന്റെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ പോസ്റ്റ് പെടുകയായിരുന്നു. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സസ്പെൻഡ് ചെയ്തതായി ഇപ്പോൾ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പോസ്റ്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേരിട്ട് അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു ഉത്തരവും ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇത്തരം വളരെ മോശമായൊരു പരാമർശം, അശ്ലീല പരാമർശം എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള പരാമർശം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്, ഈ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.